കണ്ണൂർ എരങ്ങോളിയിലെ സ്റ്റീൽ ബോംബ് സ്ഫോടനത്തിൽ സിപിഐഎമ്മിന് എതിരെ ഗുരുതര ആരോപണവുമായി പ്രദേശവാസിയായ യുവതി. തൊട്ടടുത്ത പറമ്പിൽ നേരത്തെ ബോംബുകൾ കണ്ടെത്തിയപ്പോൾ പാർട്ടിക്കാർ എത്തി എടുത്തുമാറ്റി. പോലീസിനെ വിവരമറിയിച്ചില്ല. പ്രദേശത്ത് സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കുന്നു. ഭയന്നിട്ടാണ് ആരും പ്രതികരിക്കാത്തതെന്നും യുവതിയുടെ വെളിപ്പെടുത്തൽ. ഈ വീടിന്റെ പറമ്പത്ത് നിന്ന് 3 ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട്. അത് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇല്ല, ഇത് പിന്നെ ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. ഇവര് ഹബ്ബാണ് ഇവരുടെ. അത് ഇതിന്റെ അടുത്തായിരുന്നു ഹബ്ബ് ഉണ്ടായിരുന്നത്. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ. പലരും പേടിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഇവരുടെ വീടുകളിൽ ബോംബെറിയും, ഇല്ലെ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല. കണ്ണൂരിൽ നിന്നും സജോ ദേവസി ചേരുന്നുണ്ട്. സജോ, കണ്ണൂരിൽ ഇത് സാധാരണമല്ല ഇത്തരത്തിലുള്ള ഒരു ബോംബ് സ്ഫോടനം. അതിന്റെ ഇടയിലാണ് ഇത്തരത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായിട്ട് ഒരു യുവതി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു ഹബ്ബായിട്ടാണ് ഈ സ്ഥലം മാറിയിരിക്കുന്നതെന്നും ആളൊഴിഞ്ഞ പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നും യുവതി നേരിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് സജോ? ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ കൊല്ലപ്പെട്ട സ്ഥലത്തിന് സമീപവാസിയായ യുവതിയുടെ ഈ വെളിപ്പെടുത്തലിൽ ഉള്ളത്, അതായത് ഈ പ്രദേശത്ത് ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ട്, നിരവധി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അന്നൊന്നും ഇത് പുറത്തേക്ക് പോയിട്ടില്ല, ഇങ്ങനെ എതിർക്കുകയോ ായ ഒരു വയോധികനാണ് അത് സ്റ്റീൽ പാത്രം എന്ന് കരുതി തുറന്നു നോക്കാൻ ശ്രമിക്കവേ ബോംബ് പൊട്ടി മരിച്ചത്. അത്തരം ആ സംഭവം ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ്, അതായത് ബോംബ് പൊട്ടിത്തെറിച്ച് വയോധികൻ കൊല്ലപ്പെട്ടു. ആ വിവരം പുറത്തേക്ക് പോയത് മറച്ചു വെക്കാൻ കഴിയില്ല. പക്ഷെ നേരത്തെ സമീപത്തെ പറമ്പുകളിൽ നിന്ന് ബോംബ് കണ്ടെത്തി. അന്ന് സിപിഐഎം പ്രവർത്തകർ വന്നത് എടുത്തു മാറ്റി. ആ പ്രദേശത്ത് ചില ക്രിമിനൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആളൊഴിഞ്ഞ വീടുകളും സ്ഥലങ്ങളും കേന്ദ്രങ്ങളായി മാറുന്നു. അവിടെ ജീവിക്കാൻ പലപ്പോഴും കഴിയാത്ത സാഹചര്യമുണ്ട്. അതായത് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ബോംബുകൾ ഉണ്ടാകാം. അതൊന്നും അറിയാതെ അനുഭവിപ്പോയാൽ ഏതെങ്കിലും നിലയ്ക്ക് കുട്ടികളോ മറ്റോ എടുത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെ ആളുകളുടെ ജീവന് പോലും യഥാർത്ഥത്തിൽ വലിയ സുരക്ഷയില്ല. അതിനെയൊക്കെ എതിർക്കുന്നവർക്ക് ഇവിടെ തുടരാൻ കഴിയുകയില്ല. അങ്ങനെ ഭയന്നാണ്. അതുകൊണ്ട് ഗതികേട് സഹിക്കാൻ ഇപ്പോൾ ഇത് തുറന്നു പറയുന്നത്. സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ഇത്തരം സംഭവങ്ങളൊക്കെ സമാധാനത്തോടെ ജീവിക്കാൻ തുടർച്ചയായി ഉണ്ടാകും. പക്ഷെ കാര്യക്ഷമം എത്താൻ സാധ്യതയില്ല എന്ന് ഈ യുവതി. കണ്ണൂർ എരങ്ങോളിയിലെ സ്റ്റീൽ ബോംബ് സ്ഫോടനത്തിൽ സിപിഐഎമ്മിനെതിരെ ഗുരുതര ആരോപണവുമായിട്ടുണ്ട് പ്രദേശവാസിയായ യുവതി തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. തൊട്ടടുത്ത പറമ്പിൽ നേരത്തെ ബോംബുകൾ കണ്ടെത്തിയപ്പോൾ പാർട്ടിക്കാർ അത് എടുത്തുമാറ്റി. പോലീസിനെ വിവരമറിയിച്ചില്ല. പ്രദേശത്ത് സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കുന്നു. ഭയന്നിട്ടാണ് ആരും പ്രതികരിക്കാത്തതെന്നും യുവതിയുടെ വെളിപ്പെടുത്തൽ. ഈ രീതിയിലുള്ള വെളിപ്പെടുത്തൽ, ഗൗരവകരമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സജോ ദേവസി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സജോ, വിവരങ്ങൾ. എരഞ്ഞോളിയിൽ സ്ഫോടനത്തിൽ വയോധികൻ കൊല്ലപ്പെട്ട സ്ഥലത്തിന്റെ സമീപവാസിയായ യുവതിയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. ഈ മേഖലയിൽ ബോംബ് നിർമ്മാണം തകൃതിയാണ് പതിവായി നടത്താറുണ്ട്. നേരത്തെയും അവിടെ ഒരു പറമ്പിൽ നിന്ന് 4 ബോംബുകൾ കണ്ടെത്തിയിരുന്നു. അത് പാർട്ടിക്കാർ എത്തി എടുത്തുമാറ്റുകയാണ് ചെയ്തത്. പോലീസിനെ അറിയിച്ചില്ല. ഇപ്പോൾ വയോധികൻ കൊല്ലപ്പെട്ട ദാരുണ സംഭവം ഉണ്ടായതുകൊണ്ട് മാത്രം ഈ വിവരം പുറത്തേക്ക് വരികയാണ്. ഇവിടെ എതിർത്താൽ വീടിന് നേരെ ആക്രമണം ഉണ്ടാകും, ബോംബേറുണ്ടാകും, അങ്ങനെ വലിയ ഭീഷണിയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഭയമാണ് തുറന്നു പറയാൻ. പക്ഷേ ഗതികേട് കൊണ്ട് തുറന്നു പറയുകയാണ്, വെളിപ്പെടുത്തുകയാണ്. ഈ മേഖലയിൽ അങ്ങനെ നിരവധി ഇത്തരം ക്രിമിനൽ സംഘങ്ങളുടെ ഹബ്ബുകൾ പല ആളൊഴിഞ്ഞ പറമ്പുകളും വീടുകളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. സിപിഐഎം പ്രവർത്തകരാണ് അത്തരം ബോംബ് നിർമ്മാണത്തിന് ഈ മേഖലയിൽ നേതൃത്വം നൽകുന്നത് എന്ന ആരോപണവും ഈ യുവതി ഉന്നയിക്കുകയാണ്. അത് അതീവ ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു വെളിപ്പെടുത്തലാണ്. കാരണം ഈ മേഖല കേന്ദ്രീകരിച്ച് ബോംബ് നിർമ്മാണം നടക്കുന്നു. ആ മേഖലയിൽ സമാനമായ സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് യുവതിയുടെ ആരോപണത്തിലും വെളിപ്പെടുത്തലിലും ഉള്ളത് എന്നതാണ്. പക്ഷേ പലരും ഭയന്നും മറ്റും ജീവനിൽ കൊതിയുള്ളവരാരും അങ്ങനെ തുറന്നു പറയാൻ നിൽക്കാറില്ല. അങ്ങനെ ആരെങ്കിലും എതിർത്താൽ തുറന്നു പറഞ്ഞാൽ അവരെയൊക്കെ ഭയപ്പെടുത്തി ഒതുക്കുന്ന, നിശബ്ദരാക്കുന്ന സമീപനമാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് നടക്കാറുള്ളത്. പലപ്പോഴും ഈ മേഖല കേന്ദ്രീകരിച്ച്, അതായത് ഈ ബോംബ് സ്ഫോടനം നടന്നത് എരഞ്ഞോളി കൊടക്കുളം എന്ന സ്ഥലത്താണ്. ഈ കൊടക്കുളത്ത് ഒരാളൊഴിഞ്ഞ പുരയിടത്തിലാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. ആ വയോധികൻ അത് പാത്രം എന്ന കയറി തുറന്നു നോക്കാൻ ശ്രമിക്കുകയായിരുന്നു. സമാനമായ രീതിയിൽ പല സ്ഥലത്തും ഇത്തരം ബോംബുകൾ കണ്ടെത്താറുണ്ട്. അതായത് ഉയർ ഉറച്ച് പുറത്തിറങ്ങി നടക്കുമ്പോൾ
ശരി, കണ്ണൂർ എരങ്ങോളിയിലെ സ്റ്റീൽ ബോംബ് സ്ഫോടനത്തിൽ CPIM-നെതിരെ ഗുരുതര ആരോപണവുമായിട്ടാണ് പ്രദേശവാസിയായിട്ടുള്ള യുവതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. തൊട്ടടുത്ത പറമ്പിൽ നേരത്തെ ബോംബുകൾ കണ്ടെത്തിയപ്പോൾ പാർട്ടിക്കാർ എടുത്തുമാറ്റി, പോലീസിന് വിവരമറിയിച്ചില്ല. പ്രദേശത്ത് സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കുന്നു, ഭയന്നിട്ടാണ് ആരും പ്രതികരിക്കാത്തതെന്നും ഇപ്പോൾ ഗതികേട് കൊണ്ടാണ് പ്രതികരിക്കുന്നതെന്നും ഇനി ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നും ഒരു മരണമുണ്ടായതിനു ശേഷമാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത് എന്നുമാണ് യുവതിയുടെ ഗുരുതരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂർ നിന്നും സജോ ദേവസ്യ.